Ajatdeepan Thomas Achan, Sakyam Paravahigal, Sakyam Snehidar, Kadanvanni Everkum, Yeshukristu Nistula Namathulla Snehavandanam. Thank you all for your commentaries and welcome speeches and everything. നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു ഭാഗമാണ് KYC അല്ലെ, know your customer. It's very familiar. ഒരാളുടെ ലെജിറ്റിമസി അല്ലെങ്കിൽ ആളുടെ കസ്റ്റമറിന്റെ ഐഡന്റിറ്റി അല്ലെങ്കിൽ അവരുടെ റിസ്ക് ഫാക്ടേഴ്സ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് KYC. You go to banks and many other places, they ask you for KYC. That's know your customer. At the same time, ഒരു customer like each one of us, അച്ഛൻ പറഞ്ഞ പോലെ, you should also be strict in understanding your rights. നമ്മുടെ അവകാശങ്ങൾ എന്താണെന്നും കൂടി അറിയണം. അവർ നമ്മളോട് when they tell you know your customer, as a customer, you have all the right to know your rights as well. That is called know your rights, which we call it as KYR. അവകാശങ്ങൾ, especially അവകാശങ്ങൾ പോലെ തന്നെ നമ്മളിപ്പോ കേട്ട പോലെ അച്ഛനോട് കേട്ട പോലെ ഉത്തരവാദിത്തങ്ങളും ഉണ്ട്, ഡ്യൂട്ടീസ്, rights and duties, because rights and duties are the two sides of the same coin. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും. And this is the same asserted by our president during the Republic Day of India this year. Idhe bhagana, rights and duties are the two sides of the same coin. For your information, ignorantia juris non excusat. Ignorance of law cannot be excused. എന്ന് വെച്ചാൽ നമ്മൾ നിയമം ലംഘിച്ചാൽ അതിൽ നിന്ന് വരുന്ന കോൺസിക്വൻസസ് നമ്മൾ അനുഭവിക്കും. Because we cannot escape by saying that we don't know the law. നമുക്ക് നിയമം അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു എസ്കേപ്പ് ഇല്ല. That is what the common jurisprudence says. ഈ മോസ്റ്റ് ഓഫ് ദ ജഡ്ജസ് അവരുടെ ജഡ്ജ്മെന്റ്സിൽ ഈ ഒരു കൊട്ടേഷൻ അവർ കോട്ട് ചെയ്യാറുണ്ട്. ഇഗ്നറൻസ് ഓഫ് ലോ കനോട്ട് ബി എക്സ്ക്യൂസ്ഡ്. നിയമം നിങ്ങൾക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ലംഘിച്ചത് എന്ന് പറയാനുള്ള ഒരു സ്പേസ് നമുക്കില്ല. സോ എവരിവൺ ഷുഡ് നോ അറ്റ്ലീസ്റ്റ് ദി ബേസിക്സ് ഓഫ് ലോ ആൻഡ് the things that can be used in the daily life. So that is why especially we have de jure today. De jure means according to law എന്നുള്ളതാണ് അതിന്റെ ഒരു ലാറ്റിൻ ഇന്റർപ്രിട്ടേഷൻ. From being in this country for so many years, President of UAE, നമുക്കറിയാം, from April 2021 to March 31st, 2022, ഒരു year of 50th ആയിട്ടാണ് UAE has been celebrating. ഈ ഒരു year of 50th-നോടനുബന്ധിച്ച് mostly around 40 laws has been included in the changes. ആ ഒരു യങ് നേഷന്റെ 50 years-ല് ന്യൂ ലോസ്, ഭയങ്കര ഓവറോളിംഗ് ഓഫ് ന്യൂ ലോസ് ആണ് വന്നിരിക്കുന്നത്. ഇൻ മെനി സെക്ടേഴ്സ്, പല സെക്ടേഴ്സിലാണ് അത് വന്നിരിക്കുന്നത്. ലൈക്ക് ഇൻ commercial laws, labor laws, copyrights, trademark, electronic transactions, data protection, many areas-ലാണ് ഈ ഒരു ടോട്ടലി ഒരു 40 laws ആയിട്ട് വന്നിരിക്കുന്നത്. പല ചേഞ്ചസും നടന്നിട്ടുണ്ട്. Especially commercial companies law-ല് നമുക്കറിയാം 100% foreign ownership in certain activities. അതൊരു ഭയങ്കര ചേഞ്ച് ആണ് സംഭവിച്ചിരിക്കുന്നത് in the LLC companies. That's for each emirate, it's different categories of activities. അതുപോലെ ലേബർ ലോസിലും അതുപോലെ പല ഏരിയാസിലാണ് ഏകദേശം 540 സ്പെഷ്യലിസ്റ്റ് ഫ്രം എക്സ്പേർട്സ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് ഫ്രം 50 ഫെഡറൽ ആൻഡ് ലോക്കൽ അതോറിറ്റീസ് കൂടി വന്നാണ് ഈ ഒരു 40 ലോസിന്റെ ഒരു വലിയൊരു ഫ്രെയിംവർക്ക് നടത്തിയിരിക്കുന്നത്. സോ ടുഡേ I would like to share my screen. We have know your rights. Know your rights in a very basic form. നമ്മുടെ ഒരു സെഷനിൽ you can't cover each and every session. പക്ഷെങ്കിൽ ചെറിയൊരു ബ്രീഫ് ആയിട്ടാണ് what I'm going to give you. Basically, it's labor laws. Labor laws-നെ കുറിച്ചാണ് ഇന്ന് നമ്മൾ അതിന്റെ ഒരു know your rights in brief. നമുക്കറിയാം 1980-ലായിരുന്നു there was a labor law in UAE. And അത് കഴിഞ്ഞിട്ട് there are so many amendments in between. പല ചേഞ്ചസ് ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നെങ്കിലും ഒരു കംപ്ലീറ്റ് ഓവറോളിംഗ്, കംപ്ലീറ്റ് ചേഞ്ച്, അടിമുടി ഒരു പ്യോർലി ഒരു ചേഞ്ച് ഓഫ് ദ ലേബർ ലോസ് നടന്നിരിക്കുന്നത് ഈ 2022-ലാണ്. അപ്പം അതിനകത്ത് ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. പ്ലസ് ഫോർ ദി എംപ്ലോയർ ആൻഡ് ഫോർ ദി എംപ്ലോയീസ്, അങ്ങനെ പലതും. അപ്പം ടുഡേ ഇൻ ബ്രീഫ് we will see what are your rights as an employee under the new labor law which has come into force on 2nd of February 2022. ഈ വർഷമാണ് 2nd of February വന്നിരിക്കുന്നത്. അപ്പോൾ അതിന്റെ വളരെ എല്ലാ റൈറ്റ്സും അല്ല, വളരെ ചുരുക്കം ചില റൈറ്റ്സിനെ കുറിച്ച് ഇൻ ബ്രീഫ് ഐ വിൽ ലെറ്റ് യു നോ. അപ്പം ദാറ്റ് ഈസ് എ ന്യൂ ലോ എന്ന് പറയുന്നത് ഫെഡറൽ ഡിക്രി നമ്പർ 33 of 2021.
It has come into force on the 2nd of February 2022. Every law has a cabinet decision. A cabinet decision gives the execution powers for the law. അതായത് ഈ ലോ നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്ന ഒരു ലോ ആണെങ്കിലും അതിനൊരു എക്സിക്യൂട്ടീവ് പവർ, ഒരു ക്യാബിനറ്റ് ഡിസിഷനിൽ കൂടിയാണ് ചില ഇംപ്ലിമെന്റേഷൻസ് നടക്കുന്നത്. സം ഓഫ് ദി ആർട്ടിക്കിൾസിന്റെ അതിന്റെ യഥാർത്ഥ വർക്ക് അറൌണ്ട് നടക്കുന്നത് ഇറ്റ്സ് ത്രൂ ദിസ് ക്യാബിനറ്റ് ഡിസിഷൻസ്. You have the law, but at the same time you have the decision of the cabinet decision so that it can be executed. And then you have the old law number 8 of 19. Labor law is mainly addressing the contractual relationship between an employer and an employee. Relationship it is mainly talking about. It is like നമ്മൾ ജോലി ചെയ്യുന്നതിന് ഉള്ള ഒരു വേതനം, പക്ഷെങ്കിൽ അവിടെ നമുക്ക് റൈറ്റ്സ് ഉണ്ട്, അവകാശങ്ങളുണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഡ്യൂട്ടീസ് ഉണ്ട്. ആസ് എൻ എംപ്ലോയി, ആസ് എൻ എംപ്ലോയർ വി ഹാവ് ഒബ്ലിഗേഷൻസ് ടു ബി മെയിൻറ്റെയിൻഡ്. അതായത് നമുക്ക് അവിടെ ഒരു ഡ്യൂട്ടീസ് ഉണ്ട്, നമുക്ക് റൈറ്റ്സ് ഉണ്ട്. രണ്ട് കൂട്ടർക്കും റൈറ്റ്സും ഉണ്ട്, ഡ്യൂട്ടീസും ഉണ്ട്. അത് വയലേറ്റ് ചെയ്താൽ അതിൻ്റെതായ കോൺസിക്വൻസസും ഇറ്റ് ഇസ് ബീങ് സെഡ്. Now, ഇന്ന് നമ്മൾ ഒരു കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ആണ് നടത്തുന്നത് between the former labor law and the new labor law. The former labor law, which is the number 8 of 1980, and the new labor law, which is the 33 of 2021, along with the cabinet decision. Ainathe chala areas aayirikkum inathu cover cheyan nammal ponu, which is very brief. Firstly, we have the types of the employment contracts. Secondly, the termination of the employment contract, including the notice period. Third, probationary period. Fourth, the maternity, parental, and the compassionate leaves. Next, we have the annual leave, then the sick leave, end of service benefit and its time of payment, non-competition, and the general provisions. So these are the main things that will be said today. So in this session, I will be briefing out to you on these main areas. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞതുപോലെ types of employment contracts. So when you have the types of employment contract, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഫോർമർ ലേബർ കോൺട്രാക്റ്റിൽ നമുക്ക് രണ്ട് കാറ്റഗറീസ് വളരെ വിവിഡ് ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. There was a limited contract, that is a fixed term, അതായത് ഒരു കാലയളവ് ഉള്ള ഒരു ലിമിറ്റഡ് കോൺട്രാക്റ്റും, and an unlimited term contracts is also there. Now, before we continue to this, let me tell you, ഈ ഒരു സെഷൻ എന്ന് പറയുമ്പോൾ ലേബർ ലോയിൽ നിങ്ങൾക്ക് ഉള്ള അവകാശങ്ങളെ കുറിച്ചാണ് പറയുന്നത്. വാട്ട് ആർ യുവർ റൈറ്റ്സ് ഗിവൻ? നിയമ പുസ്തകത്തിൽ നിങ്ങൾക്കുള്ള അവകാശങ്ങൾ. ദിസ് ഡസ് നോട്ട് ഡിപെൻഡ് ഓൺ, there could be time lag for the implementation of this by the system, by the different governmental sectors. There could be, they might take their time, they might have their own implementation mechanism. Companies in the implementation could take time. All this because it's only started on 2nd of February. Even courts are only trying to interpret this laws. Kanam ini cases varanam, cases the judgments varanam, enkil madinte oru arguments varanam, enkil maatrame a court even, because nammal orkanam 1980 nu shesham, after 40 years nu sheshamana ee oru pudhiya labor law completely maariyirikkunnu. Appo adinte interpretation all needs time. But there is something given to you by law. നിയമ പുസ്തകത്തിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റൈറ്റ്സ് ഏതൊക്കെയാണ്? ഐ മീൻ, ഈവൻ ടു കമ്പയർ ദ ന്യൂ ആൻഡ് ദി ഓൾഡ് ലേബർ ലോ, ഇറ്റ്സ് എ 2-hour സെഷൻ. ഇറ്റ്സ് ഒരു വലിയൊരു സെഷനാണ്. പക്ഷെങ്കിൽ അതിന്റെ എല്ലാ പാർട്ടും നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ടൈം ഫ്രെയിമിൽ നിൽക്കുന്ന വളരെ ബ്രീഫ്ലി ആയിട്ടുള്ള ചില പാർട്സ്, നിയമം നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന റൈറ്റ്സ് എന്താണെന്നാണ് പറഞ്ഞത്. സോ ഫസ്റ്റ്ലി, ആസ് വി സെഡ്, ടൈപ്സ് ഓഫ് എംപ്ലോയ്മെന്റ് കോൺട്രാക്ട്സ്. പണ്ടത്തെ പഴയ നിയമപ്രകാരം നമുക്ക് രണ്ടെണ്ണം ഉണ്ടായിരുന്നു. ദാറ്റ് മീൻസ് എ ലിമിറ്റഡ് ടൈം ഫ്രെയിം ഉള്ളതും അൺലിമിറ്റഡ് ടേം കോൺട്രാക്ട്സ് ഉണ്ട്. അതായത് ടൈം ഫ്രെയിം ഇല്ലാത്ത ടേം കോൺട്രാക്ട്സ് ഉണ്ടായിരുന്നു. അതായിരുന്നു നമ്മുടെ പഴയ ഓൾഡ് ഫോർമർ ലോ. ബട്ട് ഇന്നത്തെ പുതിയ ഈ നിയമത്തിൽ, അതായത് നമ്മുടെ ഈ പറഞ്ഞ 33 of 2021 ലിമിറ്റഡ് കോൺട്രാക്ട്സും അൺലിമിറ്റഡ് കോൺട്രാക്ട്സിനെ കുറിച്ച് അല്ല അധികം ഹൈലൈറ്റ് വന്നിരിക്കുന്നത്. വി നോ ദാറ്റ് ബിക്കോസ് ലിമിറ്റഡ് കോൺട്രാക്ട്സ് ആണ് അതിനെ കംപ്ലീറ്റ്ലി റെഗുലേറ്റ് ചെയ്യുന്നത്. ദേ വോണ്ട് ടു അബോളിഷ് ദി അൺലിമിറ്റഡ് കോൺട്രാക്ട്. Appo companies they have been given a time frame of 1 year from first, that means from 2nd of February 2022 to until 1st of February 2023. Adinagam all indefinite contracts has to be converted to a fixed term contract within 1 year. 1 year time frame ആണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ ടൈം ഫ്രെയിമിൽ എല്ലാ അൺലിമിറ്റഡ് കോൺട്രാക്ട്സും ഒരു ലിമിറ്റഡിലേക്ക് മാറണം. സോ ബേസിക്കലി ദി ഐഡിയ ബിഹൈൻഡ് ദാറ്റ് ഇസ്,
ഒരു അൺലിമിറ്റഡ് കോൺട്രാക്ട് കംപ്ലീറ്റ്ലി അബോളിഷ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഐഡിയ. സോ ദി ഹൈലൈറ്റ് ഇസ് ഓൺലി ഫോർ ദി ലിമിറ്റഡ്. ഓഫ് കോഴ്സ് അൺലിമിറ്റഡിന്റെ ചില പ്രൊവിഷൻസ് ഉണ്ട്, ബിക്കോസ് പല കമ്പനികളും ദേ ആർ ജസ്റ്റ് സ്റ്റിൽ ഫോളോയിങ് ആ ട്രാൻസിഷൻ പീരിയഡ് ആണ്. സോ ദേ കനോട്ട് കംപ്ലീറ്റ് ആ ടെർമിനോളജി കംപ്ലീറ്റ് ആയിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഒരു യൂസേജിനെ അവർക്ക് കംപ്ലീറ്റ് ആയിട്ടോ യുനോ they cannot take it out completely, but delete ചെയ്യാൻ പറ്റില്ല. So what they keep, they highlight the limited and the provisions are more of the limited, because by the end of the 1 year our unlimited എന്നുള്ള ഒരു complete idea has to be out of the law. So and there will be a different resolution, the different mechanism how they will be handling this. But as of now we have the limited, and unlimited is just on the side. Then termination of employment contracts. നമ്മുടെ ഒരു ഫോർമർ ലോയിൽ, I don't want to use this പഴയ നിയമം and പുതിയ നിയമം, because as Christians we have this പഴയ നിയമം and പുതിയ നിയമം is very Old Testament and New Testament എന്നുള്ളത് വളരെ വിവിഡാണ്. So I just would like to use the word as former law, which is called the old law, and the new law, ഇപ്പം നമ്മുടെ പുതിയ നിയമത്തിലുള്ള സംഭവം. So termination of employment contracts പഴയ നമ്മുടെ former ലോയിൽ എങ്ങനെയായിരുന്നു? That is without notice ഉണ്ടായിരുന്നു, valid reason, without notice by articles, that means immediately which you can terminate. ഒരു valid reason ഉണ്ടെങ്കിൽ you can terminate. Mutual agreement, fixed term contracts ആണെങ്കിൽ, limited contracts ആണെങ്കിൽ expiry of the term, പിന്നെ probation period terminate ചെയ്യായിരുന്നു. അങ്ങനെയൊക്കെ categories ഉണ്ടായിരുന്നു. അതിനകത്ത് തന്നെ first limited contract ഉണ്ടായിരുന്നു. Because don't forget that നമ്മൾ ഈ 1980 labor law എന്ന് പറഞ്ഞാൽ പോലും there were other resolutions like 765 of 2015, അങ്ങനെയുള്ള പല resolutions ഉണ്ടായിരുന്നു. അതൊക്കെ it was adding ഒരു supplementary ആയിരുന്നു ഈ മെയിൻ ലേബർ ലോയ്ക്ക്. It is always like that. ഏത് ലോയ്ക്കാണേലും അതിന്റെ കൂട്ടത്തിൽ ക്യാബിനറ്റ് ഡിസിഷൻസ് വിൽ കം, ഇംപ്ലിമെന്ററി റെസൊല്യൂഷൻസ് വിൽ കം. ഇതെല്ലാം കൂടി ഒരു സം ടോട്ടൽ ആണ് ഒരു ലോ എന്ന് പറയുന്നത്. So as we are saying, പഴയ നമ്മുടെ ഫോർമൽ ലോയില് ഫസ്റ്റ് ലിമിറ്റഡ് കോൺട്രാക്ട് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു എംപ്ലോയിയും ആദ്യം എൻട്രി ചെയ്യുന്ന ഒരു ലിമിറ്റഡ് കോൺട്രാക്ട്, അത് റിന്യൂവലിന് മുമ്പ് ആ ഫസ്റ്റ് ലിമിറ്റഡ് കോൺട്രാക്റ്റിൽ ഒരു നോട്ടീസ് പീരീഡ് ഇല്ല. ബൈ ലോ ദർ ഇസ് നോ നോട്ടീസ് പീരീഡ്. They simply expire at the end of the term or on the date specified. Like for example, ഇപ്പോൾ as per the law, ഈ നമ്മുടെ ലോയിൽ കൊടുത്തിരിക്കുന്ന ഈ ലേബർ ലോയിൽ കൊടുത്തിരിക്കുന്ന റൈറ്റ്സിൽ കൂടുതലായി എന്ത് റൈറ്റ്സും എന്ത് അവകാശങ്ങളും കൂടുതലായി എംപ്ലോയീസിന് കൊടുക്കാനുള്ള എല്ലാ റൈറ്റും എംപ്ലോയറിനുണ്ട്. ബിക്കോസ് ദ ലോ ഓൾവേസ് സേസ് ഇറ്റ് ഇസ് ഇൻ ഫേവർ ഓഫ് ദ എംപ്ലോയീസ് to be more if there is a clause that is more advantageous to the employee, then that will prevail over the less advantageous. Appo avarku benefit aayittulla clauses employer introduce it. Of course, if they really want to do something, they can do that. Pinne adupole thanne there were, if it is appam oru employer ne aadithe contract terminate ചെയ്താൽ, so termination provisions were not there. Appo nammal termination end of contract thammil there is lot of difference. Termination is breaking a contract. In case if an employer wants to terminate the first one, he has to pay him 3 months salary or the remaining, whichever is less. Okay, and either if he terminates without notice, all this is a different thing. Pinne adupole resignation aanayilum ainathu വേറൊരു provision ആണ് 45 days or remaining. Pinne there was a second, I'm not giving you too much of brief on the former law, കാരണം ആ law is almost abolished except for certain provisions. അവരുടെ certain provisions മാത്രമേ പുതിയ നിയമത്തിൽ അതിനകത്ത് ഹൈലൈറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മുടെ ഫോർമർ ലോയിൽ വളരെ ചുരുക്കമായ ഏരിയസ് മാത്രമേ ഉള്ളൂ. ഐ ജസ്റ്റ് വാണ്ട് ടു ബ്രീഫ് യു ഓൺ. അതുപോലെ സെക്കൻഡ് ലിമിറ്റഡ് കോൺട്രാക്ട് ഉണ്ട്. അവിടെയും ഈ ഇപ്പം ഈ കോൺട്രാക്ട്സിലെല്ലാം ഒരു ടെർമിനേഷൻ വേജും ഉണ്ട്, നോട്ടീസ് പീരീഡും ഉണ്ട്. ടെർമിനേഷൻ വേജ് മീൻസ് ദാറ്റ് ഇസ് ഓൺലി ദിസ് ഇസ് കമ്മിങ് ഇൻ ദ ലിമിറ്റഡ് വൺ. ഒരു കോമ്പൻസേഷൻ, അതായത് if they are not terminating them as per the valid reasons, there is ഒരു കോമ്പൻസേഷൻ കൊടുക്കത്തക്ക രീതിയിലാണ് അതൊരു ടെർമിനേഷൻ വേജ് എന്ന് പറയുന്നത്. At the same, that can range from 1 month up till 3 months, maximum 3 months. അതിൽ കൂടുതൽ they don't give them. അതുപോലെ തന്നെ അൺലിമിറ്റഡ് കോൺട്രാക്ടിനും 30 days മിനിമം ആയിരുന്നു. If it that is by law, you have to give them 30 days if it is not mentioned. Termination wage 1 to 3 months and subject to court. Resignation ആണെങ്കിലും 30 days ആയിരുന്നു. അപ്പം നോ നോട്ടീസ് പ്രൊവിഷൻസ് ഉണ്ടായിരുന്നു. അതായത് നോട്ടീസ് ഇല്ലാതെ ഒരാളെ പറഞ്ഞു വിടാം. അതായത് എംപ്ലോയിക്കും ഉണ്ട്. എംപ്ലോയിക്കാണെങ്കിൽ ഇഫ് ദർ ഇസ് എംപ്ലോയർ നിയമം നമ്മുടെ കോൺട്രാക്റ്റിലെ പ്രൊവിഷൻസ് പാലിക്കുന്നില്ല, അല്ലെങ്കിൽ ദർ ഇസ് ആൻ അസോൾട്ട് ബൈ ദി എംപ്ലോയർ ടു ദി എംപ്ലോയർ, അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇറ്റ് വാസ് ഡൺ. അതുപോലെ 88-ല് ദാറ്റ് മീൻസ്
വേറൊരാൾക്ക് വേണ്ടി ജോലി ചെയ്ത് കഴിഞ്ഞാൽ അത് ലീവിലോ മറ്റു സംഭവങ്ങളോ, അതുപോലെ തന്നെ കമ്പനിയുടെ റൂൾസ് ഫോളോ ചെയ്യാതിരിക്കുക, ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നോ നോട്ടീസ് പീരീഡിൽ ആളിനെ ടെർമിനേറ്റ് ചെയ്യാനാണ്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഫോമൽ ലോയിൽ, ദാറ്റ് മീൻസ് ഓൾഡ് ലോയിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഒരാളെ ടെർമിനേറ്റ് ചെയ്താൽ വിത്തൗട്ട് നോട്ടീസ് അവർക്ക് എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ് ഇല്ല. ദിസ് വാസ് എ തിങ്. അതുപോലെ തന്നെ ഈ നിയമം കൊടുത്തിരിക്കുന്ന നോട്ടീസ് പീരീഡ് ഉണ്ടല്ലോ, അതിൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ നോട്ടീസ് പീരീഡ് വേണ്ട എന്ന് പറഞ്ഞ് നമുക്ക് എഗ്രി ചെയ്യാനും പറ്റത്തില്ലായിരുന്നു. യു ക്യാൻ ഇൻക്രീസ് ഇറ്റ്. ഇപ്പൊ 30 എന്നുള്ളത് നമുക്ക് 60 ആക്കാം, ബട്ട് യു കാൻ ഗോ ഡൗൺ ടു 15 ലൈക്ക് ദാറ്റ്. ആൻഡ് അതുപോലെ നോട്ടീസ് പീരീഡ് വേണ്ട എന്ന് പറഞ്ഞ് നമുക്കൊരു കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യാൻ പറ്റത്തില്ല. This was not possible because you know that many companies, the Ministry of Labor contract കൂടാതെ, official contract കൂടാതെ തന്നെ they have a side agreement. Most of the companies, so they agree on something else, it is not acceptable. കാരണം things which are advantages to the employees that prevail in front of the court as well. എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ലേബർ ലോയിൽ വരുന്ന ചില new changes were you can terminate him in a limited contract. നേരത്തെ പറഞ്ഞ ലിമിറ്റഡ് കോൺട്രാക്ട് ആണ് ഹൈലൈറ്റ് വരുന്നത്. അപ്പം യു ക്യാൻ ടെർമിനേറ്റ് ഹിം ബൈ എ ലെജിറ്റിമേറ്റ് റീസൺ. ആ ടെർമിനേഷൻ നോട്ടീസ് പീരീഡ് മിനിമം 30 days, മാക്സിമം 90 days. ഗ്രൗണ്ട്സ് ഓഫ് ടെർമിനേഷൻ ക്യാൻ ബി മ്യൂച്വൽ എഗ്രിമെന്റ് ആവാം, എക്സ്പയറി ഓഫ് കോൺട്രാക്ട് ടേം ആവാം, അങ്ങനെ പലതും. അപ്പോൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പല ഗ്രൗണ്ട്സ് വെച്ചാൽ, ഒരു എംപ്ലോയി 3 മാസത്തിലധികമോ ജയിലിൽ കിടന്നാൽ ആ വ്യക്തിയെ ടെർമിനേറ്റ് ചെയ്യാം. ദാറ്റ് ഇസ് എ പ്രൊവിഷൻ. അത് ന്യൂ പ്രൊവിഷൻസ്. അതുപോലെ തന്നെ ഒരു കമ്പനിയുടെ പെർമനന്റ് ക്ലോഷർ ഓഫ് എൻ എസ്റ്റാബ്ലിഷ്മെന്റ്, ഇറ്റ്സ് നോ മോർ വർക്കിംഗ് എനിമോർ. അതുപോലെ ഒരു എംപ്ലോയർ ബാങ്ക്രപ്റ്റ് ആകുക, എന്തെങ്കിലും എക്കണോമിക് റീസൺസ്. അതുപോലെ തന്നെ വർക്ക് പെർമിറ്റ് എംപ്ലോയിയുടെ കാരണത്താൽ റിന്യൂ ചെയ്യാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പുതിയ ഗ്രൗണ്ട്സ് ആണ് ടെർമിനേഷന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള പുതിയ റൈറ്റ്, വൺ മോർ റൈറ്റ് ഇസ് ദേർ. ദെർ ആർ മെനി റൈറ്റ്സ്. വൺ ഓഫ് ദം ഇസ് ഈ ഒരാളെ നോട്ടീസ് കൂടാതെ ടെർമിനേറ്റ് ചെയ്താൽ പോലും അയാൾക്ക് എൻഡ് ഓഫ് സർവീസ് ഗ്രാറ്റുവിറ്റി കൊടുക്കണം. ഇറ്റ്സ് അൺലൈക്ക് ദി ഓൾഡ് ലോ. ഓൾഡ് ലോയിൽ നോട്ടീസ് ഇല്ലാതെ ടെർമിനേറ്റ് ചെയ്താൽ ആളിന് എൻഡ് ഓഫ് സർവീസ് കൊടുക്കണ്ട. ബട്ട് നൗ ഇൻ ദ ന്യൂ വൺ യു ഹാവ് ടു ഗീവ് ഹിം എൻഡ് ഓഫ് സർവീസ് ഈവൻ ഇഫ് ഹി ഈസ് ടെർമിനേറ്റഡ് വിതൗട്ട് നോട്ടീസ്. അതുപോലെ തന്നെ ഒരു ദിവസം അൺപെയ്ഡ് ലീവ് പെർ വീക്ക് വിത്തിൻ ദ നോട്ടീസ് പീരീഡ് ടു സെർച്ച് ഫോർ എ ന്യൂ ജോബ്. ഒരു പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കാൻ വേണ്ടി ഒരു ദിവസം, ഒരാഴ്ചയിൽ ഒരു ദിവസം ലീവ് കൊടുക്കാൻ, അൺപെയ്ഡ് ലീവ് ആണ് കൊടുക്കാൻ അനുവദനീയമാണ്. അതുപോലെ തന്നെ കോമ്പൻസേഷൻ ഓഫ് അപ് ടു 3 months ക്യാൻ ബി ക്ലെയിംഡ് ഇഫ് ഇറ്റ്, അതായത് ഇപ്പം ഒരു എംപ്ലോയി തന്റെ കേസ് ഫയൽ ചെയ്തു, അല്ലെങ്കിൽ കോർട്ടിൽ കേസ് ഫയൽ ചെയ്തതിന് കാരണത്താൽ ഒരു എംപ്ലോയെ ടെർമിനേറ്റ് ചെയ്താൽ 3 months സാലറി വരെയുള്ള കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നൗ ഈ ഒരു പുതിയ നിയമത്തിന് നോട്ടീസ് പീരീഡ് വേണ്ടാന്ന് വെക്കാനും അതുപോലെ നോട്ടീസ് പീരീഡ് റെഡ്യൂസ് ചെയ്യാനും ഉള്ള റൈറ്റ് എംപ്ലോയിക്ക് ഉണ്ട്. അവർക്ക് എഗ്രി ചെയ്യാം ദാറ്റ് വി ഡോണ്ട് നീഡ് നോട്ടീസ് പീരീഡ്, അല്ലെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാം. ഇപ്പൊ 30 days നമുക്ക് റെഡ്യൂസ് ചെയ്യാം എന്നുള്ള ഒരു പ്രൊവിഷൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഇറ്റ് ഇസ് സബ്ജക്ട് ടു ദി എഗ്രിമെന്റ് ഓഫ് ബോത്ത് ദ പാർട്ടീസ്. ആ നോട്ടീസ് പീരീഡ് രണ്ടു പേർക്കും സെയിം ആയിരിക്കും. അതുപോലെ തന്നെ ഈ അൺലിമിറ്റഡ് കോൺട്രാക്റ്റിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അൺലിമിറ്റഡ് ഹൈലൈറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും അൺലിമിറ്റഡിനെ കുറിച്ച് rather unusually അവർ പറയുന്നുണ്ട്. Depending on the employee's length of service, 30 days if the employee's period of service is less than 5 years, 30 days period. 60 days if the employee's period of service is more than 5 years. 90 days if the period of service is more than 10 years. ആ ഒരു കാറ്റഗറിയിലാണ് എംപ്ലോയ്മെന്റ് ലെങ്ത് ഓഫ് സർവീസ് വെച്ചാണ് ഈ അൺലിമിറ്റഡ് കോൺട്രാക്റ്റിന്റെ ടെർമിനേഷൻ categorize ചെയ്തിരിക്കുന്നത്. But as I said, unlimited contract is going to die at the end of the day. After the 1 year period or even later, they are going to other completely abolish limited contract ആയിരിക്കും കൂടുതലുള്ള കാറ്റഗറീസ്. ഇപ്പൊ തന്നെ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ പുതിയ നിയമത്തില് ലിമിറ്റഡ് ആൻഡ് അൺലിമിറ്റഡ് എന്ന് പറഞ്ഞ വലിയൊരു ചേഞ്ചസ് അവർ വരുന്നുണ്ട്. മോസ്റ്റ്ലി ഇറ്റ്സ് റിലേറ്റഡ് ടു ദ ലിമിറ്റഡ് കോൺട്രാക്ട്. Then the third one, probationary period. പ്രൊബേഷൻ പീരീഡ് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ പ്രൊബേഷൻ എന്തിനാണ്? ഒരു എംപ്ലോയർ ആ ഒരു എംപ്ലോയറുടെ കാലിബർ എന്താണെന്ന് അവർക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു ടൈം ഫ്രെയിമിനാണ് ഈ പ്രൊബേഷൻ പീരീഡ് വെക്കുന്നത്. ഈ പ്രൊബേഷൻ പീരീഡ് ഓഫ് 6 months ആണ്. ആ 6 months ആ സമയത്ത് ഒരു നോട്ടീസ് ഇല്ലാതെയോ ഗ്രാറ്റുവിറ്റി ഇല്ലാതെയോ ആ ആളിനെ ടെർമിനേറ്റ് ചെയ്യാൻ ഉള്ള റൈറ്റ്. പക്ഷെങ്കിൽ പുതിയ നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് ലോയിൽ ഈ പ്രൊബേഷൻ പീരീഡ് 6 months തന്നെയാണ് ഇപ്പോഴും. പക്ഷെങ്കിൽ നോട്ടീസ് പീരീഡ് ഇസ് എ മാൻഡേറ്ററി. അത് കൊടുക്കണം. ദാറ്റ് മീൻസ് employment can be term, that means 14 days, രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും 14 days ടൈം കൊടുത്താലാണ് ടെർമിനേഷൻ നടക്കുക. അതായത് that should be agreed in the contract.
Now, ഒരാൾക്ക് രാജ്യം വിട്ട് പോകണമെങ്കിൽ ആ പ്രൊബേഷൻ പീരീഡിൽ അപ്പോഴും 14 days നോട്ടീസ് ആണ്. പക്ഷെങ്കിൽ ആ ആള് രാജ്യം വിട്ട് പ്രൊബേഷൻ പീരീഡിൽ പോയി 14 ദിവസം നോട്ടീസ് കൊടുത്ത് രാജ്യം വിട്ടു പോയി. അത് കഴിഞ്ഞിട്ട് അയാൾക്ക് 3 monthsനകം തിരിച്ചു വരണം. തിരിച്ച് ഈ രാജ്യത്തിലേക്ക് വരണമെങ്കിൽ അയാളെ റിക്രൂട്ട് ചെയ്ത കോസ്റ്റ് പുതിയ എംപ്ലോയർ പഴയ എംപ്ലോയറിന് കൊടുത്തിരിക്കണം. ദിസ് ഈസ് അനദർ പാർട്ട് ഓഫ് ദി സ്റ്റോറി. അതുപോലെ തന്നെ ഈ രാജ്യം വിട്ട് ഇങ്ങനെ ഒരു പ്രൊവിഷൻസ് നോക്കാതെ രാജ്യം വിട്ട് പോയി കഴിഞ്ഞാൽ വർക്ക് പെർമിറ്റ് 1 year വരെ വർക്ക് പെർമിറ്റ് കൊടുക്കാതിരിക്കാൻ നിയമമുണ്ട്. ദാറ്റ് മീൻസ് പുതിയ ആള് റിക്രൂട്ട്മെന്റ് കോസ്റ്റ് കൊടുത്തിരിക്കണം. ബിക്കോസ് അയാൾ 3 മാസം തിരിച്ചു വന്നു കഴിഞ്ഞാൽ രാജ്യത്തിലേക്ക് UAE തിരിച്ചു വന്നു കഴിഞ്ഞാൽ പുതിയ എംപ്ലോയർ പഴയ എംപ്ലോയറിന് റിക്രൂട്ട്മെന്റ് കോസ്റ്റ് കൊടുക്കണം. ബിക്കോസ് ഹി ഹാസ് സ്പെൻഡ് ഓൾ ദ മണി to recruit him from outside and he knows the country. Now if the new person is coming to grab him, definitely the old employer should be getting paid. എന്നാൽ ഈ രാജ്യത്തിനകത്ത് ഇപ്പം പോണമെങ്കിൽ വേറൊരു വ്യക്തിക്ക് പോണമെങ്കിൽ to join a new employer and all, there is a 1 month period to be leaving the work to a new employer. That is also should be provided. അതുപോലെ തന്നെ if either party ഈ ഒരു നോട്ടീസ് പീരീഡ് നോക്കാതെ അവര് terminate ചെയ്യോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ they have to pay. That means what you can say, they have to pay the other party the compensation for its equivalent. Now, next coming to the maternity and the parental leave. Maternity, നമ്മുടെ former law 45 days maternity leave ആണ് if you have a service period of 1 year or half if not 1 year 1 year service period. That is 45 days maternity leave. You need a length of service. Post maternity leave ഉണ്ടായിരുന്നു 2 years nursing breaks per day up to 30 minutes for 18 months following the delivery. 5 days parental leave പഴയ former law ഉണ്ടായിരുന്നു from the birth of the child to 6 months. പക്ഷെ എന്നാൽ ഈ ന്യൂ ലോയിൽ you have a 60 days maternity leave with 45 days full pay, 15 days half pay. ഇവിടെ the thing that has to be highlighted is ഒരു വർഷത്തെ length of service ഇവിടെ ആവശ്യമില്ല. There is no need. That next moment you can have a maternity. പഴയ നിയമത്തിൽ നമുക്ക് ഒരു വർഷത്തെ ലെങ്ത് ഓഫ് സർവീസ് വേണമെന്ന് ഇപ്പൊ യു ഡോണ്ട് നീഡ് ദാറ്റ് ലെങ്ത് ഓഫ് സർവീസ്. അതുപോലെ തന്നെ ഈ നമ്മുടെ പുതിയ നിയമത്തിൽ ഒരുപാട് പ്രൊവിഷൻസ്, ഒരു കുട്ടി സിക്ക് ആണെങ്കിൽ, ഒരു ഡിസേബിൾഡ് കുട്ടിയാണ് അവർ ജന്മം നൽകുന്നെങ്കിൽ, ഒരു ഡിറ്റർമൈൻഡ് ഒരു കുട്ടിയാണെങ്കിൽ അതിനൊക്കെയും അവർക്ക് ലീവ് കൊടുക്കാനുള്ള ഒരു വിത്ത് പേ ലീവ് കൊടുക്കാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പ്രാവശ്യം ദ നഴ്സിംഗ് പീരിയഡ് ഹാസ് ബീൻ റെഡ്യൂസ്ഡ്. അത് 6 months ആക്കി. ദാറ്റ് മീൻസ് നോട്ട് after returning from the maternity leave 6 months from the date of delivery അത്രയുമേ ഉള്ളൂ നഴ്സിംഗ് പീരിയഡ്. 1 to 2 breaks per day up to 1 hour total. അതുപോലെ തന്നെ parental leave 5 days ഉള്ള parental leave both father and mother, both of them can avail this. Okay, and this is been അതായത് maternity leave കൂടാതെ തന്നെ ഒരു ലേഡിക്ക് കിട്ടുന്നതാണ് parental leave, and a male can also apply for a parental leave. പിന്നെയുള്ളത് I'm just going in brief, compassionate leave. കമ്പാഷനേറ്റ് ലീവ് നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചാൽ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾക്കൊന്നും പഴയ ആ ഫോർമർ ലോയിൽ അങ്ങനെ ഒരു പ്രൊവിഷൻസ് ഇല്ലായിരുന്നു. പക്ഷെങ്കിൽ പുതിയ നമുക്കിപ്പോ വന്ന നിയമത്തിൽ 5 ദിവസത്തെ പെയ്ഡ് ലീവ് കിട്ടും. ലൈക്ക് ഇഫ് യുവർ സ്പൗസ് ഇസ് ഡെഡ് ഓർ 3 days ഇഫ് ദ എംപ്ലോയീസ് മദർ ഫാദർ, അങ്ങനെയുള്ള അടുത്ത ബന്ധങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ലൈക്ക് മദർ ഫാദർ സൺ ബ്രദർ സിസ്റ്റർ ഗ്രാൻഡ് സൺ ഗ്രാൻഡ് ഫാദർ, ഇങ്ങനെയൊക്കെയുള്ള ഒരു 5 days ലീവ് പെയ്ഡ് ലീവാണ്. അതുപോലെ തന്നെ 2 വർഷത്തിൽ കൂടുതൽ സർവീസ് ഉള്ള എംപ്ലോയീസിന് 10 ദിവസം പഠിക്കാനുള്ള ഒരു ലീവും അവർ അലൗ ചെയ്യുന്നു. അതുപോലെ തന്നെ ആനുവൽ ലീവില് ബേസിക്കലി പഴയ നിയമത്തിൽ നമുക്ക് ബേസിക് വേജ് ആൻഡ് ഹൗസിംഗ് അലവൻസ് ആയിരുന്നു ആസ് പെർ ദ ലോ. അതുപോലെ തന്നെ അൺയൂസ്ഡ് ലീവ്, അൺയൂസ്ഡ് ലീവില് we can carry forward it. Actually, I'm not sharing the screen. I'm just telling it to you in this fashion. Our sharing screen is over because I was just telling you these are the points. Pinne baki, I want you to just listen the main points because that will be how it will be happening. Appo unused leave carry forward namukku 50% of the annual leave maatrame next year like namukku carry forward cheyan pattathu. Adupole thanne ee prasham part time leaves num പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യും. കാരണം പല കാറ്റഗറീസ് ആയിട്ട് ഇപ്പൊ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പുതിയ നിയമത്തിൽ. ദാറ്റ് മീൻസ് യു ഹാവ് പാർട്ട് ടൈം, ഡിഫറെന്റ് വർക്ക് പാറ്റേൺസ് ഉണ്ട്. പാർട്ട് ടൈമിന് പോലും ലീവ് കൊടുക്കാനുള്ള ഒരു അലവൻസ് ഉണ്ട്. അതായത് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് മിനിമം 5 working days കൊടുക്കണമെന്നാണ്. അപ്പം ആനുവൽ ലീവ് മറ്റേതും പഴയതും പുതിയതും തമ്മിൽ ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് സെയിം. ദാറ്റ് മീൻസ് ആഫ്റ്റർ one period of time, after 1 year period of time you can take 30 days of leave. That is all the same. പക്ഷെ ക്യാരി ഫോർവേഡിന് 50% മാത്രമേ നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ.
or you can agree with the employer to receive a salary for the unused period. That's gross salary based. Then sick leave. Sick leave nathu നമ്മുടെ ആ ഫോർമർ ലോ, അത് ഓൾഡ് ലോയിൽ പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ട് മാത്രമേ ഒരു സിക്ക് ലീവ് അലവൻസ് എടുക്കാൻ പറ്റൂ. സെയിം ദാറ്റ് ഇസ് പഴയ ആ നിയമത്തിൽ പറഞ്ഞ പോലെ 90 days സിക്ക് ലീവ് ആണ്. ഫസ്റ്റ് 15 days with full pay, next 30 days with half pay, remaining is without pay. ഈ പ്രാവശ്യം അത് തന്നെയാണ്. ബട്ട് ദി ഓൺലി ഡിഫറൻസ് ഇസ് ആഫ്റ്റർ ദി എൻഡ് ഓഫ് ദ പ്രൊബേഷൻ പീരീഡ് യു ക്യാൻ ഹാവ് എ സിക്ക് ലീവ്. അതിന് പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞിട്ട് 3 months കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആഫ്റ്റർ ദ പ്രൊബേഷൻ പീരീഡ് യു ക്യാൻ സ്റ്റാർട്ട് ഹാവിംഗ് യുവർ സിക്ക് ലീവ്. Period is the same, 90 days, 15 full pay, 30 half pay, and the remaining is no pay. പിന്നെ പുതുതായിട്ട് വേറൊരു സംഭവം വന്നിരിക്കുന്നത്, ഒരു വ്യക്തിക്ക് ഒരു മിസ്കണ്ടക്ട് സംഭവിച്ചു, ഒരു ഡിസീസ് ഉണ്ടായി, അയാളുടെ മിസ്കണ്ടക്ട്, അതായത് അയാൾ കൺസംഷൻ ഓഫ് ആൽക്കഹോൾ അല്ലെ ഡ്രഗ്സ് ഇങ്ങനെയൊക്കെയുള്ള കാര്യം കൊണ്ട് അയാൾക്കൊരു ഡിസീസ് ഉണ്ടായി. അങ്ങനെ ഉണ്ടായ ഒരാൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് പ്ലേസിലെ ഇൻസ്ട്രക്ഷൻസ് ഡിസൊബേ ചെയ്തുകൊണ്ട് അയാൾക്ക് ഒരു ഡിസീസ് ഉണ്ടായി കഴിഞ്ഞാൽ, അതിൽ നിന്നുണ്ടാകുന്ന ഡിസീസ് ബൈ വിച്ച് ഇസ് പ്രൂവ്ഡ് ബൈ ദി മെഡിക്കൽ റെക്കോർഡ്സ്, അങ്ങനെ ഉണ്ടായാൽ അങ്ങനെ ഒരു വ്യക്തിക്ക് സിക്ക് ലീവ് കൊടുക്കണ്ട എന്ന് നിയമം പറയും. That means there is a non-entitlement of sick leave due to misconduct. മിസ്കണ്ടക്ട് കൊണ്ട് ഉണ്ടാകുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു സിക്കാണ് ഒരു വ്യക്തിക്കെങ്കിൽ ആ ആൾക്ക് സിക്ക് ലീവ് കൊടുക്കണ്ടെന്ന് നിയമം പറയും. ദിസ് വാസ് നോട്ട് ദെയർ ഇൻ ദി ഓൾഡ് ലോ. Then end of service. End of service ല നമുക്കറിയാവുന്നതുപോലെ ഫസ്റ്റ് 1 year കംപ്ലീറ്റ് ചെയ്താൽ you have the 21 days for first 5 years, 30 days for every extended period. അങ്ങനെയുള്ള പല സംഭവങ്ങളാണ് വരുന്നത്. പക്ഷെ അതിനകത്തും ലിമിറ്റഡും അൺലിമിറ്റഡ് കോൺട്രാക്ടും തമ്മിൽ റെസിഗ്നേഷൻ, ടെർമിനേഷൻ, ഇതിനകത്തൊക്കെ വ്യത്യസ്തങ്ങളായിട്ട് കാറ്റഗറീസ് ഉണ്ടായിരുന്നു. നമുക്കറിയാം അൺലിമിറ്റഡ് കോൺട്രാക്ട് 1 to 3 years, 1/3 റിഡക്ഷൻ, 2 to 5 years, ആഫ്റ്റർ 5 years, ഇങ്ങനെയുള്ള കാറ്റഗറി ആയിരുന്നു. ആൻഡ് ലിമിറ്റഡ് കോൺട്രാക്റ്റിലാണ് ബിഫോർ കംപ്ലീറ്റിംഗ് 5 years there is no എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ്, അങ്ങനെയൊക്കെയുള്ള പല കാറ്റഗറീസ് ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പോ അതായത് വിത്തൗട്ട് നോട്ടീസിൽ പോലും ടെർമിനേറ്റ് ചെയ്തത് അങ്ങനെ ഒരു കാറ്റഗറി വരുന്നില്ല. Without note, 21 days, 30 days is still prevailing. 1 year complete ചെയ്തവർക്കേ ഉള്ളൂ ഇപ്പോഴും എൻഡ് ഓഫ് സർവീസ്. പക്ഷെങ്കിൽ without notice terminate ചെയ്താലും you have to give them end of service benefit. അതുപോലെ തന്നെ പാർട്ട് ടൈം ജോലി ചെയ്യുന്നവർക്ക് പോലും എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ് കൊടുക്കണം. പിന്നെ ഇതിനകത്ത് ഒരു നോട്ടബിൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ, അതാ ഞാൻ പറഞ്ഞത്, അൺലിമിറ്റഡിനെ ഒരു ബാക്ക് സൈഡ് ചെയ്യുന്നു, ബട്ട് there are some things that they are going to. അതായത് ഈ indefinite contract, you can calculate the end of service benefit. പഴയ നിയമപ്രകാരം ഈ അൺലിമിറ്റഡ് കോൺട്രാക്റ്റിന് എൻഡ് ഓഫ് സർവീസ് കൊടുക്കാം. അതായത് അൺലിമിറ്റഡ് ആയിട്ട് ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ 1980 നിയമപ്രകാരമാണ്, അവർക്ക് ആ നിയമപ്രകാരമാണ് എൻഡ് ഓഫ് സർവീസ് കൊടുക്കേണ്ടത്. ഇറ്റ് ഇസ് നോട്ട് ബൈ ദ ന്യൂ വൺ, ദാറ്റ്സ് ഓൺലി ഫോർ ദി അൺലിമിറ്റഡ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഓൾഡ് ലോയില് എത്ര ദിവസം കഴിഞ്ഞ് എൻഡ് ഓഫ് സർവീസ് കൊടുക്കണമെന്നൊന്നും ഇല്ലായിരുന്നു. പക്ഷെങ്കിൽ നൗ ഒരു 14 days ഫ്രം ദ ഡേറ്റ് ഓഫ് ടെർമിനേഷൻ അതിനകം എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ് കൊടുത്തിരിക്കണം. അപ്പോൾ നമ്മൾ ഓർക്കണം, ഇതിനകത്തൊക്കെ ഇവിടെ എന്തെങ്കിലും ഈ ലോസിൽ വയലേഷൻസ് നടന്നു കഴിഞ്ഞാൽ there can be a fine of 5,000 to 1 million which can be multiplied according to the number of employees. അപ്പോൾ 5,000 മുതൽ 1 million വരെ ഉള്ള ഫൈൻസ് കമ്പനിക്ക് ലെവി ചെയ്യാനാണ്. കമ്പനി will be levied against the company by the government if they don't follow the rules of the labor law. This is one of the main thing. 14 days nagam termination, 14 days nagam end of service kodutirikkam. That is one of the highlight of the new law. പിന്നെ നോൺ കോമ്പറ്റീഷൻ പ്രൊവിഷൻസ് ഉണ്ട്. നോൺ കോമ്പറ്റീഷൻ പ്രൊവിഷൻസ് ചിലപ്പോൾ നമ്മുടെ ചില ഇൻഡസ്ട്രീസ്, ചില വർക്ക് സോ നമ്മുടെ സീക്രറ്റ്സ്, കമ്പനിയുടെ സീക്രറ്റ്സ് ഒക്കെ അറിയാവുന്ന എംപ്ലോയീസ് ആണെങ്കിൽ അവരെ റെസ്ട്രിക്ട് ചെയ്യും. ഇത്ര ടൈം മുതൽ ഇത്ര ടൈം വരെ നിങ്ങൾ സിമിലർ ആയ ഒരു കോമ്പറ്റീഷൻ പോലത്തെ ഒരിടത്തേക്ക് subject to a geographical location. You cannot say that I am going to restrict you from working in the similar field in all the Emirates of UAE. That the code doesn't accept. Maybe one Emirate, maybe Abu Dhabi, certain വളരെ restrictive ആയ ഒരു ഏരിയാസിൽ മാത്രമേ ആ നോൺ കോമ്പറ്റീഷൻ അലവ് ചെയ്തുള്ളൂ. കാരണം കമ്പനിയുടെ സീക്രറ്റ്സ് അറിയാം, അതുപോലെ ഒരു വലിയൊരു വ്യക്തിയാണ് അവിടുന്ന് പോകുന്നെങ്കിൽ, ഈവൻ ഇഫ് ഇറ്റ്സ് വലുതോ ചെറുതോ വാട്ട് എവർ, ബട്ട് ആ ആളുടെ ട്രേഡ് സീക്രറ്റ്സ് എല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ്, they can live with them, but that has to be agreed in the contract. പക്ഷെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ ലേറ്റസ്റ്റ് നിയമത്തിൽ 2 years മാത്രമേ അങ്ങനെ റെസ്ട്രിക്ട് ചെയ്യാൻ പാടുള്ളൂ. ബിക്കോസ് സോ മെനി കമ്പനീസ് ആർ പുട്ടിംഗ് എ നോൺ കോമ്പറ്റീഷൻ ഫോർ സോ മെനി ഇയേഴ്സ്. അപ്പൊ നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ടർ ആണെങ്കിൽ, ഇപ്പോൾ എല്ലാ എമിറേറ്റ്സിലും അത് ഇല്ല എങ്കിൽ യു കനോട്ട് ടെൽ ഹിം ദാറ്റ് യു കനോട്ട് ഗോ ആൻഡ് വർക്ക് ഇൻ ഡിഫറെന്റ് പ്ലേസ്. കാരണം ആളിന്
ആ ഏരിയാസ് വളരെ കുറവായിരിക്കും. അങ്ങനെ കമ്പനീസ് തന്നെ വളരെ കുറവായിരിക്കും. സോ യു കനോട്ട് റെസ്ട്രിക്ട് ഹിം ഫോർ സോ ലോങ് ആൻഡ് ഫോർ സർട്ടൻ ലോങ് പീരിയഡ് ഓഫ് ജോഗ്രഫിക്കൽ ടൈം. സോ അത് 2 ഇയേഴ്സിലേക്കായിരിക്കും അത് റെസ്ട്രിക്ട് ചെയ്യാം. അത് നമ്മൾ എഗ്രി ചെയ്യുന്നത്. പക്ഷേ ഇത് ഈ എംപ്ലോയി റിസൈൻ ചെയ്തെങ്കിൽ മാത്രമാണ് ഇത് കൂടുതൽ അപ്ലൈ ചെയ്യുന്നത്. പക്ഷെങ്കിൽ ടെർമിനേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ടെർമിനേഷൻ ഇസ് നോട്ട് ആസ് പെർ ദ ലോ ആണെങ്കിൽ ദിസ് ഡസന്റ് അപ്ലൈ. അതുപോലെ പല കാറ്റഗറീസ് ഇറ്റ് വിൽ കം ആസ് പെർ ദി പല ക്യാബിനറ്റ് റെസൊല്യൂഷൻസിൽ പല പ്രൊഫഷണൽ കാറ്റഗറീസിനെ അവർ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇൻ ജനറൽ ഐ ഷുഡ് ടെൽ യു, ഈ നമുക്ക് ഒരിക്കലും യു എയിൽ ഒരു സെക്ഷൽ ഹറാസ്മെന്റിന് എഗെയിൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ബുള്ളിങ് അല്ലെ വെർബൽ ഫിസിക്കൽ മെന്റൽ വയലൻസ് എഗെയിൻസ്റ്റ് ദി എംപ്ലോയീസിനെ കുറിച്ചോ ഒരിക്കലും ഒരു കോഡിഫൈഡ് ഒരു ലോ ഇല്ല ഫോർ ദിസ് കൈൻഡ് ഓഫ് ഹറാസ്മെന്റ്. പക്ഷെങ്കിൽ ഈ പ്രാവശ്യം ലേബർ ലോയിൽ they protect you against discrimination on the grounds of race, color, sex, religion. ഇങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷനും പാടില്ല. അതുപോലെ harassments of any forms are strictly prohibited. അത് പ്രത്യേകമായി ഈ ലോയിൽ എഴുതിയിട്ടുണ്ട്. ഓൾദോ നമുക്ക് പീനൽ കോഡിൽ ക്രിമിനൽ കോഡിലൊക്കെയും ഈ സെക്ഷൽ ഹറാസ്മെന്റിനെ കുറിച്ചും മറ്റ് ഫിസിക്കൽ വയലൻസിനെ കുറിച്ചും ഒക്കെ ഇറ്റ്സ് കൺസിഡർഡ് as a crime. പക്ഷെങ്കിൽ in this particular law it is very specifically mentioned that these kind of violences and these kind of discriminations are prohibited. More of ladies and children, equal pay for all women and men. Ellarum same jolly cheyyunnavarkella equal pay has to be given. ഇങ്ങനെയുള്ള കാറ്റഗറീസ് എല്ലാം അവരെ അതുപോലെ ഡിസേബിൾ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഡിസേബിൾഡ് ആയ കുട്ടികൾക്കുള്ളത്, ഡിറ്റർമിനേഷൻ ഉള്ളവർക്ക് കൊടുക്കാനുള്ള ബെനിഫിറ്റ്സ്, അങ്ങനെയൊക്കെയുള്ള പോസ്റ്റ് മെറ്റേണിറ്റി ബെനിഫിറ്റ്സ്. അപ്പം ആ ഒരു കാറ്റഗറി ചിൽഡ്രൻ, ഡിസേബിൾഡ്, വിമൻ, ഇവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു ലേബർ ലോ ആണ് ഈ പ്രാവശ്യത്തെ വന്നിരിക്കുന്നത്. സോ ദാറ്റ്സ് ബേസിക്കലി അബൌട്ട് ദ ബ്രീഫ് റൈറ്റ്സ് അണ്ടർ ദ ലേബർ ലോ. അപ്പം ആസ് ഐ ടോൾഡ് യു, ഇതൊരു വലിയ സെഷനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇറ്റ്സ് എ വെരി ഷോർട്ട് സെഷൻ with these many rights, whatever you have. I hope it was beneficial to you, and that's it for the now. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന സഖ്യം ഭാരവാഹികളിലുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിച്ചോളൂ. താങ്ക് യു സോ മച്ച്.